ഇനി വിശദമായ വാർത്തയിലേക്കാണ്. ശബരിമലയിലെ കൊടിമര പുനർനിർമ്മാണത്തിലെ ക്രമക്കേട് അന്വേഷിക്കാനുള്ള വിജിലൻസ് പ്രത്യേക സംഘത്തെ ഇന്ന് തീരുമാനിക്കും. വിജിലൻസ് SP-യുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണ സംഘം. കൊടിമര പുനർനിർമ്മാണത്തിലെ ക്രമക്കേടിൽ പ്രാഥമിക അന്വേഷണത്തിന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർജാണ് ചേരുന്നത്. ആന്റണി, എന്തായാലും ശബരിമലയിലെ കൊടിമര പുനർനിർമ്മാണത്തിലെ ക്രമക്കേട് അന്വേഷിക്കാനുള്ള വിജിലൻസ് പ്രത്യേക സംഘത്തെ ഇന്ന് തീരുമാനിക്കുകയാണ്. എന്തായാലും കൃത്യമായുള്ള സുരക്ഷയിൽ മേലധികാരികളുടെ നേതൃത്വത്തിലായിരിക്കും എന്തായാലും അന്വേഷണങ്ങൾ നടക്കുക. എങ്ങനെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും ഇന്നലെയാണ് ഈ ഇടക്കാല അന്വേഷണ റിപ്പോർട്ടിനൊപ്പം തന്നെ ഈ കൊടിമരത്തിലെ ക്രമക്കേടും 2017 കൊടിമര നിർമ്മാണത്തിലെ ക്രമക്കേടും അന്വേഷിക്കണമെന്നൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ആവശ്യം ഈ SIT മുന്നോട്ട് വെച്ചത്. അത് ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു. അതായത് ഈ ശബരിമലയിൽ ഈ 2017 ഈ കൊടിമരം അത് സ്വർണം പൊതിഞ്ഞപ്പോൾ അതിന് ഈ സ്വർണം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട് ചില ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സ്വർണം അപഹരിക്കപ്പെടുകയോ അല്ലെങ്കിൽ അങ്ങനെ അത് മാറ്റപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിലൊരു വിശദമായ അന്വേഷണം വേണം എന്നുള്ളൊരു ആവശ്യം SIT-യുടെ ഇടക്കാല റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. ഏതായാലും അത് പരിഗണിച്ചാണ് ഇന്നലെ ദേവസ്വം ബെഞ്ച് ഇക്കാര്യത്തിലൊരു പ്രത്യേക അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. സാധാരണ നിലയിൽ ദേവസ്വം വിജിലൻസിന് നൽകുന്ന ആണ് അത്തരം അന്വേഷണത്തിന് ചുമതല. പക്ഷേ ഇത് നേരെ സംസ്ഥാന വിജിലൻസിന് നൽകിയിരിക്കുകയാണ്. അതിനൊരു പ്രത്യേക സംഘത്തെ രൂപീകരിക്കണം എന്നുള്ളതാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്. 30 ദിവസത്തിനുള്ളിലാണ് ഇതിൻ്റെ റിപ്പോർട്ട് നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ മികച്ച ഒരു സംഘമായിരിക്കണം എന്ന് കൂടി ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു വിജിലൻസ് SP-യുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണ സംഘം ഉണ്ടാവുക. ഏതായാലും ഇന്ന് അന്വേഷണ സംഘത്തെ തീരുമാനിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത്. ഏതായാലും ഇന്നലെ ഈ നമുക്കറിയാവുന്ന പോലെ 2017 UDF-ന്റെ ഭരണസമിതിയുടെ കാലത്താണ് ഈ കൊടിമരം, നിലവിലുണ്ടായിരുന്ന കൊടിമരം മാറ്റിക്കൊണ്ട് പുതിയ കൊടിമരം ശബരിമലയിൽ സ്ഥാപിക്കുന്നത്. അന്ന് UDF-ന്റെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ ആയിരുന്നു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ ശബരിമല സ്വർണ്ണക്കവർച്ച കേസ് വന്ന ഘട്ടത്തിൽ ഈ തന്ത്രിയുടെ അറസ്റ്റിനിടെയാണ് ഈ വാജിവാഹനവുമായി ബന്ധപ്പെട്ട് ഒരു ഇത് വരുന്നത്. ഈ തന്ത്രിയുടെ അറസ്റ്റിന് പിന്നാലെ SIT ഈ തന്ത്രിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഈ വാജിവാഹനം, അന്ന് പഴയ കൊടിമരത്തിൻ്റെ മുകളിലുണ്ടായിരുന്ന വാജിവാഹനം കണ്ടെത്തിയിരുന്നു. അത് അന്ന് ഭരണസമിതിയിൽ ഉണ്ടായിരുന്നവർ പറഞ്ഞത് ഈ താന്ത്രിക വിധിപ്രകാരമാണ് തന്ത്രിക്ക് അത് നൽകിയത് എന്നുള്ളതാണ്. പക്ഷേ 2012 ദേവസ്വം ബോർഡ് കമ്മീഷണർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ക്ഷേത്രത്തിൽ നിന്ന് കേടുപാടുകൾ മൂലമോ അല്ലാതെയോ മാറ്റുന്ന കാര്യങ്ങളൊക്കെ അത് ക്ഷേത്രത്തിൻ്റെ സ്വത്താണ്, അത് മറ്റാർക്കും അവകാശപ്പെട്ടതല്ല എന്നുള്ളതായിരുന്നു ആ റിപ്പോർട്ട് ആ ഉത്തരവിൽ ഉണ്ടായിരുന്നത്. ആ ഉത്തരവിൻ്റെ ലംഘനമാണ് നടന്നത് എന്നുള്ള ഒരു കണ്ടെത്തലൊക്കെ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ സ്വർണം ഈ കൊടിമരത്തിൽ പൊതിഞ്ഞത് അത് വിവിധ ആളുകളിൽ നിന്നൊക്കെ സംഭാവനയായും മറ്റും സ്പോൺസറിങ്ങുമായും മറ്റുമാണ് ലഭിച്ചത്. അപ്പോൾ ഈ സ്വർണം സ്വീകരിച്ചതിലടക്കം ചില ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. ഈ സ്വീകരിച്ച സ്വർണത്തിൻ്റെ കണക്കിലടക്കം ചില ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് SIT പറയുന്നത്. അതിൽ പ്രധാനമായും ഉള്ളത് അന്ന് ഈ കൊടിമര നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കാനായി ഒരു അഡ്വക്കേറ്റ് കമ്മീഷണറെ നിയോഗിച്ചിരുന്നു. അദ്ദേഹത്തെ നിയോഗിച്ചിരുന്നു. അദ്ദേഹം ഈ സ്വർണം ACP കുറുപ്പ് അദ്ദേഹത്തിന് നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ഈ സ്വർണം സ്വീകരിച്ചതിൽ ചില അല്ലെങ്കിൽ ചില ചട്ടവിരുദ്ധമായ നടപടികൾ ഈ അഡ്വക്കേറ്റ് കമ്മീഷണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഉള്ളത്. അതായത് എക്സിക്യൂട്ടീവ് ഓഫീസർക്കാണ് ഈ സ്വർണം സ്വീകരിക്കാനുള്ള ഒരു അനുമതി, അല്ലെങ്കിൽ അദ്ദേഹത്തെയാണ് ഇതിന് ചുമതലപ്പെടുത്തിയിരുന്നത്. പക്ഷേ അത് മറികടന്നുകൊണ്ട് ഈ അഡ്വക്കേറ്റ് കമ്മീഷണർ ഈ സ്വർണം സ്വീകരിച്ചു. ഈ സ്വർണം നൽകിയവരുടെ പേരുകൾ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുകൂടി ഇന്നലെ നൽകിയ റിപ്പോർട്ടിൽ, ഈ ഹൈക്കോടതിയിൽ SIT നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രമല്ല ഇക്കാര്യത്തിൽ ഈ കുറിപ്പിൻ്റെ മൊഴി അടക്കം നേരത്തെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് SIT റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും അത്തരത്തിലുള്ള ചില ക്രമക്കേടുകൾ കൂടി ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വിജിലൻസ് പറയുന്നത്. മാത്രമല്ല ചില ഈ വാങ്ങിയ സ്വർണവും അതുപോലെ തന്നെ സ്പോൺസറിങ്ങിലൂടെ ലഭിച്ച സ്വർണവും, അപ്പോൾ അതിൻ്റെ കാര്യത്തിലൊക്കെ ചില അവ്യക്തതകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ സ്വർണം എവിടേക്ക് പോയി, എന്ത് ചെയ്തു എന്നുള്ള കാര്യത്തിലൊക്കെ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണത്തിന് ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. ഏതായാലും ഇന്ന് വിജിലൻസിന്റെ പ്രത്യേക സംഘത്തെ രൂപീകരിക്കും.
ശരി, വ്യക്തമാണ്. ശബരിമലയിലെ കൊടിമര പുനർനിർമ്മാണത്തിലെ ക്രമക്കേട് അന്വേഷിക്കാനുള്ള വിജിലൻസ് പ്രത്യേക സംഘത്തിൽ തീരുമാനം ഇന്ന്. വിജിലൻസ് SP-യുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണ സംഘം. കൊടിമര പുനർനിർമ്മാണത്തിലെ ക്രമക്കേടിൽ പ്രാഥമിക അന്വേഷണത്തിന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. വിവരങ്ങൾ പങ്കുവച്ചത് ആന്റണി ജിസ് ജോർജാണ്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണർ N. വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇന്ന് വാദം കേൾക്കും. കേസിൽ അറസ്റ്റിലായി 90 ദിവസത്തിനു ശേഷവും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് സ്വാഭാവിക ജാമ്യം തേടി കോടതിയിൽ അപേക്ഷ നൽകിയത്. അതേസമയം തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷയിലും ഇന്ന് പ്രോസിക്യൂഷൻ വാദം കേൾക്കും. വിവരങ്ങളുമായി ദീപ്തി ഗോപകുമാറാണ് ചേരുന്നത്. എന്തായാലും N. വാസുവിന്റെ സ്വാഭാവിക ജാമ്യത്തിനായുള്ള അപേക്ഷ സമർപ്പിച്ച കുറേ ദിവസങ്ങളായി. എന്തായാലും ഓരോ ദിവസങ്ങളുമായി N. വാസുവിന്റെ ജാമ്യാപേക്ഷ ഇങ്ങനെ പരിഗണിക്കുന്നത് മാറ്റുകയായിരുന്നു. എന്തായാലും ഇന്ന് പരിഗണിക്കും എന്ന വാർത്തയാണ്. എങ്ങനെയാണ് വിവരങ്ങൾ? തീർച്ചയായും രേണുക, ഇന്ന് സ്വർണ്ണ കവർച്ച കേസിലാണ് മുൻ കമ്മീഷണറായ N. വാസുവിൻ്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുന്നത്. നമുക്കറിയാം 90 ദിവസം പൂർത്തിയായി എന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. 90 ദിവസം പൂർത്തിയായതുകൊണ്ട് തന്നെ സ്വാഭാവിക ജാമ്യത്തിന് തനിക്ക് അർഹതയുണ്ട് എന്നടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ന് സ്വാഭാവിക ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കുറ്റപത്രം SIT കുറ്റപത്രം സമർപ്പിക്കാത്തതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കേസിൽ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. 90 ദിവസത്തിന് ശേഷം ഒരു സ്വാഭാവിക ജാമ്യത്തിന് തനിക്ക് അർഹതയുണ്ട് എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ന് ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു സ്വർണ്ണക്കവർച്ച കേസിൽ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർ ഈ സ്വാഭാവിക ജാമ്യം തേടി പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുരാരി ബാബുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ സുധീഷ് കുമാറും അടക്കം ഉള്ള പ്രതികളെല്ലാം 4 പ്രതികളടക്കം സ്വാഭാവിക ജാമ്യം തേടി പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. SIT കുറ്റപത്രം സമർപ്പിക്കാത്തത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പ്രതികളെല്ലാം പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു കട്ടിളപ്പാളി കേസിലെ 3-ാം പ്രതിയാണ് N. വാസു എന്നതാണ്. 3-ാം പ്രതിയും ഇപ്പോൾ സ്വാഭാവിക ജാമ്യം തേടിക്കൊണ്ട് 90 ദിവസം അറസ്റ്റിലായി 90 ദിവസം പൂർത്തിയായ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സ്വാഭാവിക ജാമ്യം തേടി പുറത്തിറങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷയും ഇന്ന് പരിഗണിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രോസിക്യൂഷന്റെ വാദമാണ് ഇന്ന് കേൾക്കുന്നത്. ഇന്നലെ പ്രതിഭാഗത്തിന്റെ വാദം കേട്ടിരുന്നു. ഈ ഒരു തന്ത്രിക്ക് പ്രതിഭാഗത്തിൻ്റെ വാദമാണ് ഇന്നലെ പൂർത്തിയായത്. ആചാരപരമായ കാര്യങ്ങൾ മാത്രമാണ് തന്ത്രി ഇടപെട്ടത്. ഈ ഒരു തന്ത്രി എന്ന നിലയിലുള്ള ആചാരപരമായ കാര്യങ്ങൾ മാത്രമാണ് തന്ത്രി ഇടപെട്ടത് എന്നതാണ് പ്രതിഭാഗം ഇന്നലെ വാദിച്ചത്. എന്നാൽ ഈ ഒരു ഗൂഢാലോചനയിൽ അടക്കം തന്ത്രിക്ക് പങ്കുണ്ട് എന്നതാണ് പ്രോസിക്യൂഷൻ ഇന്ന് വാദിക്കാൻ ഉള്ള സാധ്യത. എന്നാൽ പ്രതിഭാഗത്തിൻ്റെ വാദം ഇന്നലെ പൂർത്തിയായപ്പോൾ ഈ ഒരു ഗൂഢാലോചനയിലൊന്നും പങ്കില്ല. ഈ ഒരു തന്ത്രി എന്ന നിലയിൽ, ശബരിമലയിലെ തന്ത്രി എന്ന നിലയിലുള്ള ആചാരപരമായ കാര്യങ്ങൾ മാത്രമാണ് തന്ത്രി രാജീവര് പങ്കാളിയായിട്ടുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇന്നലെ പ്രതിഭാഗം വാദിച്ചത്. എന്നാൽ ഈ ഒരു ഗൂഢാലോചനയിലടക്കം, ഈ സ്വർണ്ണ കവർച്ചയിൽ ഗൂഢാലോചനയിലടക്കം ഈ ഒരു തന്ത്രിക്ക് പങ്കുണ്ട് എന്നതാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് തന്നെയാണ്, ഈ ഒരു ഇന്നലെ പുറത്തു വന്ന വിവരം അനുസരിച്ച് SITയുടെ ഒരു വിവരം SIT അറിയിച്ചതനുസരിച്ച് കൂടുതൽ പേരിലേക്ക്, അല്ലെങ്കിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. കട്ടിളപ്പാളി കേസിലും അതുപോലെ തന്നെ ദ്വാരപാലക കേസിലുമായി 3 പേരിലേക്ക് കൂടി ഈ ഒരു അന്വേഷണം നീളാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത് എന്നതാണ് ഈ ഒരു സ്വർണ്ണ കവർച്ച കേസിൽ, ശബരിമലയിലെ സ്വർണ്ണ കവർച്ച കേസിൽ ഏറെ നിർണായകമായ ഒരു കാര്യം. ഈ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്ന, കൂടുതൽ പേരിലേക്ക് അറസ്റ്റും അതുപോലെ തന്നെ അന്വേഷണവും നീളാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഏതായാലും ഇന്നാണ് N. വാസുവിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഈ ഒരു സ്വാഭാവിക ജാമ്യം തേടിക്കൊണ്ടാണ് N. വാസുവും കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തന്ത്രി രാജീവരുടെയും ജാമ്യാപേക്ഷയിൽ ഇന്ന് വാദം കേൾക്കും. രേണുക.
ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ഗോവർദ്ധൻ സുപ്രീംകോടതിയെ സമീപിച്ചത്. താൻ അയ്യപ്പ ഭക്തനാണെന്നും സ്വർണ്ണക്കവർച്ചയിൽ പങ്കില്ല എന്നതുമാണ് സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത ജാമ്യ ഹർജിയിൽ ഗോവർദ്ധൻ ചൂണ്ടിക്കാണിയിരിക്കുന്നത്. തട്ടിയെടുത്ത സ്വർണം വാങ്ങിയെന്നത് ആരോപിച്ചാണ് കർണാടക ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനെ SIT അറസ്റ്റ് ചെയ്തത്. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിൽ ഇന്ന് പരിഗണിക്കുകയാണ്. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് ഗോവർദ്ധന്റെ ജാമ്യ ഹർജി പരിഗണിക്കാൻ പോകുന്നത്. ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. താൻ അയ്യപ്പ ഭക്തനാണ്, സ്വർണ്ണക്കവർച്ചയിൽ തനിക്ക് പങ്കില്ല എന്ന് തന്നെയാണ് ഗോവർദ്ധനും മറ്റു പ്രതികളെ പോലെ ഗോവർദ്ധനും പറയുന്നത്. സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ജാമ്യ ഹർജിയിലും ഗോവർദ്ധൻ ഇതുതന്നെയാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. തട്ടിയെടുത്ത സ്വർണം വാങ്ങിയെന്ന് ആരോപിച്ചാണ് കർണാടകയിലെ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനെ SIT അറസ്റ്റ് ചെയ്തത്. LDFന്റെ വികസന മുന്നേറ്റ മേഖലാ ജാഥകളും തുടരുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ ഇന്ന് മലപ്പുറം ജില്ലയിൽ തുടരുന്നു. കൊണ്ടോട്ടി, ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ എന്നിവിടങ്ങളിലാണ് പര്യടനം നടക്കുക. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥ കൊല്ലം ജില്ലയിലും, കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന മധ്യമേഖലാ ജാഥ ഇടുക്കിയിലും ഇന്ന് യാത്ര നടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എന്തായാലും LDFന്റെ വികസന മുന്നേറ്റ ജാഥ, മേഖലാ ജാഥ ഇന്നും തുടരുകയാണ്. തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമായി എന്തായാലും പര്യടനം നടക്കുകയാണ്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ ഇന്നും മലപ്പുറം ജില്ലയിലാണ്. കൊണ്ടോട്ടി, ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ എന്നിവിടങ്ങളിലാണ് ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജാഥ ഇന്ന് നടക്കുക. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന ജാഥ തെക്കൻ മേഖലയിലാണ്. ഇന്നലെയും കൊല്ലം ജില്ലയിലായിരുന്നു. അതുപോലെ തന്നെ ഇന്നും കൊല്ലം ജില്ലയിലും നടക്കുകയാണോ ബിനോയ് വിശ്വത്തിന്റെ ജാഥ. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി വിഭാഗം നയിക്കുന്ന മധ്യമേഖല ജാഥ ഇടുക്കി ജില്ലയിലാണ് ഇന്ന് നടക്കുക. എന്തായാലും ജോസ് കെ മാണി കോട്ടയം, ഇടുക്കി ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് പ്രത്യേകമായും യാത്രകൾ തുടരുക. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ഇന്ന് വയനാട്ടിൽ. മാനന്തവാടി, ബത്തേരി, കൽപ്പറ്റ നിയോജക മണ്ഡലങ്ങളിലാണ് യാത്രയുടെ ഇന്നത്തെ പര്യടനം. രാവിലെ മാനന്തവാടിയിൽ നിന്നാണ് യാത്ര തുടക്കം. തദ്ദേശീയ തെരഞ്ഞെടുപ്പിലെ ഏറെ പ്രതീക്ഷയോടെ എന്തായാലും ഐക്യജനാധിപത്യ മുന്നണി ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിനെയും കാണുകയാണ്. അതിന്റെ ഭാഗമായി തന്നെ എന്തായാലും 14 ജില്ലകളിലും ശക്തമായ രീതിയിൽ തന്നെ ഒരു ക്യാമ്പയിൻ അല്ലെങ്കിൽ ഒരു ജാഥ നടത്താൻ തന്നെയാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ഇപ്പോൾ കരുതുന്നത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പൊതുയുഗ യാത്ര ഇന്ന് വയനാട്ടിലാണ് ആരംഭിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിലാണ് ഇന്ന് ആരംഭിക്കുന്നത്. എന്തായാലും മാനന്തവാടി, ബത്തേരി, കൽപ്പറ്റ നിയോജക മണ്ഡലങ്ങളിലാണ് യാത്രയുടെ ഇന്നത്തെ പര്യടനം നടക്കുക. രാവിലെ മാനന്തവാടിയിൽ നിന്നാണ് യാത്രയുടെ തുടക്കം. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകുന്നതിൽ പ്രതിപക്ഷ തീരുമാനം ഇന്ന്. രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കുക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. തൃണമൂൽ കോൺഗ്രസ് MPമാർ തുടങ്ങിയ AAP തുടങ്ങിയ പാർട്ടികൾ സ്പീക്കർക്കെതിരായ നോട്ടീസിൽ ഒപ്പുവയ്ക്കാൻ തയ്യാറായില്ല. വിവരങ്ങളുമായി ആന്റണിയാണ് ചേരുന്നത്.
ആന്റണി, എന്തായാലും ലോക്സഭാ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസിൽ ഏകദേശം 102 എംപിമാർ ഇപ്പോൾ ഒപ്പുവച്ചു എന്നതാണ് അറിയുന്നത്. ഇതിൽ തൃണമൂൽ കോൺഗ്രസ് ഇന്നലെ മുതൽ വിട്ടുനിൽക്കുകയാണ്. എങ്ങനെയാണ് വിവരങ്ങൾ? തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെന്റിൽ നടന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ ചേർന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ ഇത്തരത്തിലൊരു അവിശ്വാസ പ്രമേയം സ്പീക്കർക്കെതിരെ കൊണ്ടുവരാനുള്ള ചർച്ചകൾ ഉണ്ടായത്. ഏതായാലും അതിനോട് ഭൂരിഭാഗം എംപിമാരും പിന്തുണ അറിയിച്ചു. പക്ഷേ തൃണമൂൽ കോൺഗ്രസും AAPയും NCPയും അതിനോട് നിലവിൽ യോജിച്ചിട്ടില്ല. NCP ശരത് പവാർ വിഭാഗം അതിനോട് യോജിച്ചിട്ടില്ല. ഏതായാലും ഈ സ്പീക്കറുടെ ഭാഗത്ത് നിന്നൊരു തീരുമാനം വരട്ടെ എന്ന നിലപാടിലാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉള്ളത്. ഏതായാലും ഇന്ന് സ്പീക്കറുടെ തീരുമാനം അറിയാം. പ്രതിപക്ഷം ഇന്നലെ അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെ ഈ ബജറ്റ് ചർച്ച തുടങ്ങുന്നതിന് മുൻപ് തന്നെ രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാഹുൽ ഗാന്ധി ഈ നയപ്രഖ്യാപനത്തിലുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിച്ചിരുന്നില്ല. രാഹുൽ ഗാന്ധി ഈ മുൻ കരസേനാ മേധാവി MM നരവനെയുടെ ആ ലേഖനം അല്ലെങ്കിൽ ആ പുസ്തകം ഉയർത്തിക്കൊണ്ട് വന്നതാണ് ഈ സംസാരിക്കാൻ തടയാനുള്ള കാരണമായി ഉള്ളത്. ഏതായാലും ഇനിയും രാഹുലിനെ തടസ്സപ്പെടുത്താതെ സംസാരിക്കാൻ അനുവദിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരാവശ്യമായി പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത്. അത് ബജറ്റ് ചർച്ച തുടങ്ങുന്നതിന് മുൻപ് വേണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സ്പീക്കറെ ഈ പ്രതിപക്ഷ പാർട്ടികൾ കണ്ടിരുന്നു. ആ കൂടിക്കാഴ്ചയിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. അതിനു പുറമെ ഈ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിൽ ചില പരാമർശങ്ങൾ, പ്രതിപക്ഷ വനിതാ എംപിമാരെ അപമാനിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായെന്നും അതിൽ മാപ്പ് പറയണമെന്നൊരു ആവശ്യവും കൂടി പ്രതിപക്ഷം മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ പ്രതിപക്ഷ എംപിമാരെ പ്രതിഷേധത്തിന്റെ പേരിൽ ഈ സമ്മേളന കാലയളവിൽ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ ഒരു നടപടി വേണം, അത് പിൻവലിക്കാനുള്ള നടപടി വേണം. അതുപോലെ തന്നെ നെഹ്റു കുടുംബത്തിനെതിരെ BJP MP ആയിട്ടുള്ള നിഷികാന്ത് ദുബെ നടത്തിയ പരാമർശങ്ങൾ അത് പിൻവലിക്കണമെന്ന ഒരാവശ്യവും കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് പ്രതിപക്ഷം. അങ്ങനെ വിവിധ ആവശ്യങ്ങളാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. ഏതായാലും ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ട കാര്യം. കാരണം രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കുമ്പോൾ സ്വാഭാവികമായും രാഹുൽ ഗാന്ധി ഈ MM നരവനെയുടെ പുസ്തകം ഉയർത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കേന്ദ്ര സർക്കാരിനെതിരെ അടക്കം വലിയ വിമർശനങ്ങൾ രാഹുൽ ഗാന്ധി ഉയർത്തുകയും ചെയ്യും. ഏതായാലും ഇക്കാര്യത്തിൽ സ്പീക്കറുടെ തീരുമാനം വളരെ നിർണായകമാണ്. സ്പീക്കർ ഇതിൽ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് അറിയേണ്ട ഒരു കാര്യം. ഇന്നലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായുമായും സ്പീക്കർ ഓം ബിർള സംസാരിച്ചിരുന്നു. ഏതായാലും സ്പീക്കർ വഴങ്ങില്ല. ഈ പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾക്ക് സ്പീക്കർ വഴങ്ങാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ ഈ സഭാതലം കൂടുതൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതുപോലെ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി പ്രതിപക്ഷം വലിയ പ്രതിഷേധമാണ് ലോക്സഭയിൽ നടത്തിയത്. ലോക്സഭ സ്ഥിരമായി സ്തംഭിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് ബജറ്റിന്മേലുള്ള ചർച്ച നടക്കേണ്ടതുണ്ട്. ഇന്നലെ ആ ചർച്ച തുടങ്ങിയിട്ടില്ല. ഇന്നും അത് നടക്കുമോ എന്നുള്ളതാണ് അറിയേണ്ട കാര്യം. ഏതായാലും രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കുന്നത് അടക്കമുള്ള വിഷയങ്ങളിൽ ഒരു തീരുമാനം എടുത്തില്ല എങ്കിൽ സ്വാഭാവികമായും ഈ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ തീരുമാനം എന്ന് പറയുന്നത്. ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗം വീണ്ടും ചേരും. ആ യോഗത്തിൽ ഈ അവിശ്വാസ പ്രമേയവുമായി മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അന്തിമ തീരുമാനം ഉണ്ടാകും. തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഇക്കാര്യത്തിൽ നിലപാട് അറിയിക്കുകയും ചെയ്യും. ശരി, സ്പീക്കർക്കെതിരായ അവിശ്വാസ നീക്കത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം ഇന്ന്. ബജറ്റ് ചർച്ച തുടങ്ങും മുൻപ് രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കണമെന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. സ്പീക്കറുടെ നിലപാട് അറിഞ്ഞ ശേഷമായിരിക്കും തീരുമാനം. സ്പീക്കർക്കെതിരായ നോട്ടീസിൽ ഒപ്പുവയ്ക്കാൻ തൃണമൂൽ കോൺഗ്രസ് ഇതുവരെയും തയ്യാറായിട്ടില്ല. സ്പീക്കർക്കെതിരായ അവിശ്വാസ നോട്ടീസ് നൽകണോ എന്നും കാര്യത്തിൽ കോൺഗ്രസും TMCയും ഒഴികെയുള്ള പ്രതിപക്ഷ പാർട്ടികളും ഇന്ന് തീരുമാനമെടുക്കും. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയെ ബജറ്റ് ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് സംസാരിക്കാൻ അനുവദിക്കണം എന്നതാണ് പ്രതിപക്ഷ നിലപാട്. വിവരങ്ങൾ പങ്കുവച്ചത് ആന്റണി ജോർജ് ആണ്.